ഹരിയാനയിലെ വോട്ട് തട്ടിപ്പിൽ രാഹുൽ ഗാന്ധിയുടെ ആരോപണം രാജ്യം മുഴുവൻ ചർച്ചയാകുകയാണ്. പ്രതിപക്ഷ പാർട്ടികളും മറ്റു ചില സംസ്ഥാനങ്ങളിലെ സർക്കാരുകളും ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. വാർത്താ സമ്മേളനം രാഹുൽ ഗാന്ധി വിളിച്ചപ്പോൾ ഒളിവിൽ പോയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറ്റ് പോംവഴികളില്ലാതെ പ്രതികരിച്ചിട്ടുണ്ട്. ദുർബലമായ എതിരാരോപണങ്ങൾ നിരത്തിയാണ് കമ്മീഷൻ രാഹുലിനെതിരെ രംഗത്ത് വന്നത്. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് കമ്മീഷൻ വിലയിരുത്തൽ. പോളിംഗ് ദിനത്തിലും വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്തും ബൂത്ത് ലെവൽ ഏജന്റുമാർ എന്തുകൊണ്ട് എതിർപ്പുകൾ ഉന്നയിച്ചില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിച്ചത്. വോട്ടെടുപ്പ് നിരീക്ഷിക്കാനും ക്രമക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ റിപ്പോർട്ട് ചെയ്യാനും രാഷ്ട്രീയ പാർട്ടികളെ നിയമിക്കുന്നവരാണ് ബൂത്ത് ഏജന്റുമാർ. വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്ന സമയത്ത് ഒന്നിലധികം പേരുകൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ കോൺഗ്രസിന്റെ ഏജന്റുമാർ എന്തുകൊണ്ടാണ് പറയാത്തതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ട്. ഹരിയാനയിലെ വോട്ടർ പട്ടിക സംബന്ധിച്ച് കോൺഗ്രസ് നേതാവ് ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഒന്നിൽ കൂടുതൽ തവണ കമ്മീഷൻ ആരോപിക്കുന്നുണ്ട്. കൂടാതെ വോട്ടർ പട്ടികയ്ക്കെതിരെ ഒരു അപ്പീലുകളും ഫയൽ ചെയ്തിട്ടില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത്. രാഹുൽ ഗാന്ധി ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെയും ജനാധിപത്യ സംവിധാനത്തെയും ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ചില മുടന്തൻ ന്യായങ്ങൾ നിരത്തി കമ്മീഷൻ രംഗത്ത് വന്നത്. അതേസമയം രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചതിൽ ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം ഉപയോഗിച്ചുവെന്ന് ആരോപിച്ചിരുന്നു. ഇതിനു പിന്നാലെ ആ വനിത തന്നെ രംഗത്ത് വന്ന് രാഹുലിന്റെ ആരോപണങ്ങൾ ശരിവെച്ചതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെട്ടിലായി. ബ്രസീലിയൻ മോഡൽ ലാരിസ എന്ന വനിത സമൂഹ മാധ്യമത്തിൽ സംഭവത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. തന്റെ ചിത്രം ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്തതിൽ നടുക്കം പ്രകടിപ്പിച്ചാണ് ലാരിസ സംസാരിക്കുന്നത്. പോർച്ചുഗീസ് ഭാഷയിൽ ലാരിസ സംസാരിക്കുന്ന വീഡിയോയാണ് എക്സ് പ്ലാറ്റ്ഫോമിൽ പ്രചരിക്കുന്നത്. എന്റെ പഴയ ചിത്രം ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായി ഉപയോഗിച്ചുവെന്നത് ഞെട്ടലുണ്ടാക്കുന്നു. എന്നെ ഇന്ത്യക്കാരിയായി ചിത്രീകരിച്ച് അവർ പരസ്പരം പോരാടുകയാണ്. ഈ ഫോട്ടോ ചെറുപ്പമായിരുന്ന കാലത്ത് പകർത്തിയതാണ്. ഒരു റിപ്പോർട്ടർ ജോലിസ്ഥലത്ത് ബന്ധപ്പെടുകയും ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് അഭിപ്രായം തേടി ഇൻസ്റ്റാഗ്രാമിൽ സമീപിക്കുകയും ചെയ്തതായി ലാരിസ് പറഞ്ഞു. ഇതോടെയാണ് പ്രതികരിക്കാൻ നടി തയ്യാറായതെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ക്രമക്കേടുകൾ നടന്നില്ലെന്ന കമ്മീഷന്റെ ആരോപണമാണ് നടി നേരിട്ട് വന്നതോടെ തകർന്നടിഞ്ഞത്. എക്സിന്റെ AI അസിസ്റ്റന്റ് ഗ്രോക്ക് ഈ പ്രതികരണ പോസ്റ്റ് വിവർത്തനം ചെയ്യുകയും വിശദീകരിക്കുകയും ചെയ്തതോടെയാണ് വീഡിയോ വൈറലായത്. പക്ഷേ വീഡിയോയിലുള്ള വനിത തന്നെയാണോ രാഹുൽ ഗാന്ധി പ്രദർശിപ്പിച്ച ചിത്രത്തിലെ വ്യക്തി എന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ല. AICC വക്താവ് സുപ്രിയ ശ്രീനാഥെ ഈ വീഡിയോ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ട്. ഈ വീഡിയോയെ സംബന്ധിച്ച് ഇത് യാഥാർത്ഥ്യമാണെന്ന കാര്യത്തിലും പലരും സമൂഹ മാധ്യമത്തിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിലാണ് ഇതാരാണ് എന്ന ചോദ്യത്തോടെ ബ്രസീലിയൻ മോഡലായ യുവതിയുടെ ചിത്രം രാഹുൽ പരിചയപ്പെടുത്തിയത്. ഈ യുവതി ഏതു നാട്ടുകാരിയാണെന്ന് ഊഹിച്ച് പറയാനും ആവശ്യപ്പെട്ട രാഹുൽ ഗാന്ധി ഇവർക്ക് പല പേരിൽ വോട്ടുണ്ടെന്ന് വെളിപ്പെടുത്തിയിരുന്നു. ഇതോടെ യുവതി ആരാണെന്ന ചോദ്യം സമൂഹ മാധ്യമത്തിൽ ശക്തമായിരുന്നു. ഇതിന് പിന്നാലെയാണ് ലാരിസയുടെ പ്രതികരണം വരുന്നത്. ഹരിയാനയിലെ 25 ലക്ഷം വോട്ടുകൾ മോഷ്ടിക്കപ്പെട്ടു എന്ന രാഹുലിന്റെ ആരോപണമാണ് തെളിവുകൾ സഹിതം പുറത്തു വന്നത്. മാത്യൂസ് ഫെരേറോ എന്ന ബ്രസീലിയൻ മോഡലിന്റെ സ്റ്റോക്ക് ഫോട്ടോ ഹരിയാനയിലെ വോട്ടർ പട്ടികയിൽ സ്വീറ്റി, സീമ, സരസ്വതി തുടങ്ങി 22 വ്യത്യസ്ത പേരുകളിലാണ് പ്രത്യക്ഷപ്പെട്ടതായിട്ടാണ് രാഹുൽ ഗാന്ധി കണ്ടെത്തിയത്. ഇങ്ങനെ ഒരു നടിയില്ലെന്നും AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ രാഹുൽ ഗാന്ധി കെട്ടിച്ചമച്ചതാണെന്നും ആരോപണം ഉന്നയിച്ചാണ് BJP തടി തപ്പാൻ നോക്കിയത്. ഈ നീക്കവും ഇപ്പോൾ പൊളിഞ്ഞു വീണിരിക്കുകയാണ്. ഹരിയാനയുടെ ചരിത്രത്തിൽ ആദ്യമായി പോസ്റ്റൽ വോട്ടുകളുടെ ഫലം യഥാർത്ഥ പോളിംഗ് ബൂത്തുകളിലെ വോട്ടിംഗ് ഫലത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നുവെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കുന്നത് ഇത്തരം ക്രമക്കേടുകൾ മറച്ചുവെക്കാനാണ് എന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചതോടെ വലിയ ഞെട്ടലിലാണ് രാജ്യം നിൽക്കുന്നത്.